മലപ്പുറം ജില്ലയെക്കുറിച്ചുള്ള SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ പരാമർശം വിവാദത്തിൽ. മലപ്പുറം എന്ന പ്രത്യേക രാജ്യത്തിനുള്ളിൽ സമുദായ അംഗങ്ങൾ ഭയന്നു വിറച്ചാണ് കഴിയുന്നതെന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്ര നാളുകൾ കഴിഞ്ഞിട്ടും അതിന്റെ ഗുണഫലങ്ങൾ മലപ്പുറത്തെ പിന്നോക്കക്കാർക്ക് ലഭിച്ചിട്ടില്ല എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്. സ്വതന്ത്രമായൊരു വായു ശ്വസിച്ചുകൊണ്ട് മലപ്പുറത്ത് നിങ്ങൾക്ക് ജീവിക്കുവാൻ സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സ്വതന്ത്രമായൊരു അഭിപ്രായം പറഞ്ഞു പോലും ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണ്, പ്രത്യേക ചില ആളുകളുടെ സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ എന്ത് പറ്റി, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും നാളായിട്ട് പോലും സ്വാതന്ത്ര്യത്തിൻ്റെ ഗുണഫലങ്ങളുടെ ഒരംശം പോലും ഈ പിന്നോക്ക വിഭാഗങ്ങൾക്ക് മലപ്പുറത്ത് ലഭിച്ചിട്ടുണ്ടോ? മഞ്ചേരി ഉള്ളതുകൊണ്ട്, അദ്ദേഹത്തിൻ്റെ സ്ഥാപനം ഉള്ളതുകൊണ്ടും നിങ്ങൾക്ക് കുറച്ചു പേർക്കെല്ലാം വിദ്യാഭ്യാസം ലഭിക്കാനൊരു അവസരം ലഭിക്കും. ബോധപൂർവ മതസൗഹാർദ്ദം തകർക്കുന്ന ശ്രമമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് AP അനിൽകുമാർ MLA പറഞ്ഞു. BJPയെ പ്രീണിപ്പിക്കാൻ നാട്ടിലെ സൗഹാർദ്ദം തകർക്കുകയാണ് അദ്ദേഹം ശ്രമിക്കുന്നത് എന്നും AP അനിൽകുമാർ പറഞ്ഞു. ശ്രീ വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. മലപ്പുറം ജില്ലയിലെ മതസൗഹാർദ്ദം തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവവും ആസൂത്രിതമായൊരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഇത് RSSന്റെ അതുപോലെ തന്നെ BJPയുടെ ഒക്കെ നേതാക്കൾ മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്. അത് തന്നെ ആവർത്തിച്ചു പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മകൻ NDA കൺവീനറാണ്, പക്ഷേ പിതാവാണ് ഇപ്പോൾ BJPക്ക് വേണ്ടി ആ പ്രവൃത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. BJPയെ പ്രീണിപ്പിക്കുക എന്നുള്ളതിൽ അദ്ദേഹത്തിന് വലിയ ലക്ഷ്യങ്ങളുണ്ട്, അദ്ദേഹത്തിൻ്റെതായ വ്യക്തിപരമായ താല്പര്യങ്ങളുണ്ടാകും. പക്ഷേ അതിൻ്റെ പേരിൽ നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതേസമയം വിവാദ പരാമർശത്തിനെതിരെ യൂത്ത് ലീഗ് പ്രവർത്തകർ താനൂരിൽ വെള്ളാപ്പള്ളിയുടെ കോലം കത്തിച്ച് പ്രതിഷേധിച്ചു. പരാതി ലഭിച്ചിട്ടുണ്ട്. PDP എറണാകുളം ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് വാഴക്കാലയാണ് തൃക്കാക്കര അസിസ്റ്റന്റ് കമ്മീഷണർക്ക് പരാതി നൽകിയിരിക്കുന്നത്. സമീർ ബിൻ കരീമാണ് മലപ്പുറത്ത് നിന്ന് ചേരുന്നത്. സമീർ, അദ്ദേഹം പറഞ്ഞത് ചെറിയ കാര്യമല്ല. അദ്ദേഹത്തിന്റെ ഈ പ്രസ്താവനയ്ക്കെതിരെ ഏത് തരത്തിലാണ് നേതാക്കൾ രംഗത്ത് വരുന്നത്? ഇപ്പോൾ ഒരു പരാതി കൂടി എറണാകുളത്ത് രജിസ്റ്റർ ചെയ്യുന്നുണ്ട്. പ്രവിത, മലപ്പുറം ഒരു പ്രത്യേക രാജ്യമാണെന്നും ഈഴവർക്ക് ജില്ലയിൽ അവഗണനയാണ് എന്നുള്ളതുമായിരുന്നു ഈ വെള്ളാപ്പള്ളി നടേശന്റെ വിവാദമായ പരാമർശം. മലപ്പുറത്തെ ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഈ പരാമർശം നടത്തിയിട്ടുള്ളത്. അതിന് പിന്നാലെ വലിയ പ്രതിഷേധമാണ് വെള്ളാപ്പള്ളിക്കെതിരെ ഉയരുന്നത് എന്നുള്ളതാണ്. ഇത് AP അനിൽകുമാർ MLA അദ്ദേഹത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ മലപ്പുറം താന്നൂരിൽ യൂത്ത് ലീഗ് വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. വെള്ളാപ്പള്ളി നടേശന്റെ കോലം കത്തിച്ചുകൊണ്ടാണ് യൂത്ത് ലീഗ് പ്രതിഷേധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർ പറയുന്നത് ഈ വെള്ളാപ്പള്ളി നടേശൻ ഗുരുദേവനെ പോലും മറന്നുകൊണ്ട് BJPയുടെയും RSSന്റെയും ഏജന്റായിക്കൊണ്ട് പ്രവർത്തിക്കുകയാണ്. EDയെ ഭയന്നുകൊണ്ട് ഗുരുദേവനെ മറന്നുകൊണ്ടാണ് വ്യക്തി താല്പര്യത്തിന് വേണ്ടിയാണ് വെള്ളാപ്പള്ളി നടേശന്റെ ഇത്തരം പ്രസ്താവന എന്നുള്ളതുമാണ് ഈ യൂത്ത് ലീഗ് അടക്കമുള്ള സംഘടനകൾ പറയുന്നത്. അതോടൊപ്പം തന്നെ AP അനിൽകുമാർ പറയുന്നത് തന്നെയാണ് മലപ്പുറത്തിന്റെ ഈ ഒരു സഹോദരി അന്തരീക്ഷത്തെ തകർക്കാനുള്ള ശ്രമമാണ് വെള്ളാപ്പള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായത് എന്നുള്ളതാണ്. മുസ്ലിം ലീഗും സമാനമായ രീതിയിൽ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും വലിയ പ്രതിഷേധങ്ങളാണ് ജില്ലയിൽ ഉടനീളം നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ടിയിരിക്കുന്ന ഒരു കാര്യം. നിലവിൽ PDPയുടെ ഭാഗത്തു നിന്നൊരു പരാതിയും ലഭിച്ച ഒരു സാഹചര്യം ഉണ്ട്. അതുകൊണ്ട് തന്നെ പോലീസുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടി സ്വീകരിക്കുമെന്നുള്ളത് വേറെ ശ്രദ്ധേയം തന്നെയാണ്. ശരി, സമീർ ബിൻ കരീമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. എന്തായാലും വെള്ളാപ്പള്ളി നടേശന്റെ ഈ പ്രസ്താവന വലിയ രാഷ്ട്രീയ വിവാദത്തിലേക്കൊക്കെ കടക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. MLA തന്നെ അതിനെ തിരുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ആ പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ രംഗത്ത് വരുന്നത് നമ്മൾ കണ്ടതാണ്. മാത്രമല്ല അവിടെ യൂത്ത് ലീഗിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം നടക്കുന്നു. അങ്ങനെ ഇനി വരും മണിക്കൂറുകളിൽ ഏതൊക്കെ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകും എന്നുള്ളത് കണ്ടറിയാം.